a failure. വൺ പീസ് വേൾഡിൽ പലതരത്തിലുള്ള പവർഫുൾ ആയ ഡെവൽ ഫ്രൂട്ട്സ് ഉണ്ട്. എല്ലാവരും കൂടുതലായും ഡിസ്കസ് ചെയ്യുന്നത് ലൂഫിയുടെ ഡെവൽ ഫ്രൂട്ട്, ഏസിന്റെ ഡി എഫ് മീൻസ് ഡെവൽ ഫ്രൂട്ട്. ഞാൻ പറയാൻ എളുപ്പത്തിന് ഷോർട്ട് ആക്കിയേ ഉള്ളൂ. എനിവേ ലൂഫിയുടെ ഡെവൽ ഫ്രൂട്ട്, ഏസിന്റെ ഡെവൽ ഫ്രൂട്ട്, വൈറ്റ് ബിയർഡ്, മാർക്കോ, ലോ, അങ്ങനെ ഇവരുടെ DFനെ കുറിച്ചാണ് വൺ പീസ് ഫാൻസ് കൂടുതലായും ചർച്ച ചെയ്യുന്നത്. എന്തിനു പറയണം, ഇതിലേതെങ്കിലും ഡെവൽ ഫ്രൂട്ട് ബോയ്സ് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നവരാണ് വൺ പീസ് ഫാൻസിൽ ഭൂരിഭാഗവും. സോ ഇതേപോലെ ഓവർ പവേർഡ് ആയ ഡെവൽ ഫ്രൂട്ട്സിനിടയിൽ അണ്ടർ റേറ്റഡ് ആയി പോയ ഗോഡ് ലെവൽ പൊട്ടൻഷ്യൽ ഉള്ള ധാരാളം DFs ഉണ്ട്. ആൻഡ് ആ ഡെവൽ ഫ്രൂട്ട്സ് ഏതൊക്കെയാണ് എന്നാണ് ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ടോപ്പ് 10 മോസ്റ്റ് പവർഫുൾ ഡെവൽ ഫ്രൂട്ട്സ് എന്ന ടോപ്പിക്ക് ഞാൻ ചെയ്തിരുന്നു. ടൈം ഉള്ളപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. സോ ഗൈസ്, ഒരു കാര്യം കൂടെ, ഞാൻ റിയൂമയുടെ വീഡിയോ ചെയ്താലെന്ന് ആലോചിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾ എനിക്കൊരു 500 ലൈക്സ് തന്നാൽ ഞാൻ റിയൂമയുടെ വീഡിയോ ചെയ്യാം. സോ ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. 14ാം സ്ഥാനത്ത് സാബി നോമി അഥവാ റെസ്റ്റ് ഫ്രൂട്ട് ആണ്. സാബി എന്ന് പറയുന്ന ഷൂ എന്ന് പറയുന്ന മാറിൻ ഓഫീസറാണ് ഈ ഡെവൽ ഫ്രൂട്ടിന്റെ ഓണർ. എനിക്കറിയാം നിങ്ങളിൽ പലരും ഈ ഒരു ക്യാരക്ടറിനെ മറന്നുപോയി കാണും. അത്ഭുതമൊന്നുമില്ല ഗൈസ്, കാരണം ഈ ഒരു ക്യാരക്ടറിന്റെ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് മിന്നൽ പോലെയാണ്. വന്ന അതേ സ്പീഡിൽ തിരിച്ചു പോകും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങേറെ DF മാൻ ഇറ്റ്സ് ആക്ച്വലി ഫ്രീക്കിംഗ് ഓസം എന്ന് തന്നെ പറയാം. ഈ ഡെവൽ ഫ്രൂട്ടിന്റെ പവർ വെച്ച് ഈ ഷൂ എന്ന് പറയുന്ന ക്യാരക്ടർ എന്ത് തൊട്ടാൽ അത് റെസ്റ്റ് ആയി പോകും. അത് ആർമർ ആയിക്കോട്ടെ, വെപ്പൺ ആയിക്കോട്ടെ, ഈവൻ ഹ്യൂമൻ തന്നെ ആയിക്കോട്ടെ, തൊട്ടാൽ റെസ്റ്റ്. ഇനി സ്ലോബി ആർക്കിൽ സോറൊരു വെപ്പൺ വരെ ഈ ഒരു ക്യാരക്ടർ പൊടിച്ചു കളയുന്നുണ്ട്. എന്തിനു പറയണം, ഈവൻ സോറോനെ പോലും പൊടിച്ചു കളഞ്ഞാണ്. ജസ്റ്റ് മിസ്. ഉസോപ്പ് ആ ടൈമിൽ വന്നില്ലായിരുന്നെങ്കിൽ സോറയുടെ അവസ്ഥ ഞാൻ പറയേണ്ട ആവശ്യമില്ല, വളരെ മോശമായനെ. ബട്ട് എന്തൊക്കെ തന്നെ ആയാലും ഇത്രയും സൂപ്പർ ബൈ ഡെവൽ ഫ്രൂട്ട് ഓടെ വേസ്റ്റ് ആക്കി കളഞ്ഞു. ഇതൊരു വീക്ക് യൂസറിന് കൊടുക്കാതെ കുറച്ചും കൂടെ പവർഫുൾ ആയ ക്യാരക്ടറിന് കൊടുക്കുകയായിരുന്നെങ്കിൽ ഈ ഒരു ഡെവൽ ഫ്രൂട്ടിന്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് കാണാൻ സാധിച്ചേനെ. എന്റെ അഭിപ്രായത്തിൽ ഈ ഡെവൽ ഫ്രൂട്ട് സോറോയ്ക്ക് തന്നെ കൊടുക്കുകയാണെങ്കിൽ മീഹോക്കായിട്ടുള്ള ഫൈറ്റ് 1.5 മിനിറ്റ് താണ്ടില്ല. സോ നിങ്ങൾ എന്ത് കരുതുന്നു ഗൈസ്, ഈ ഡെവൽ ഫ്രൂട്ട് വൺ പീസിലെ മറ്റേതെങ്കിലും ക്യാരക്ടർ കൊടുക്കുകയാണെങ്കിൽ നന്നായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ കൊടുത്താൽ അത് ഏത് ക്യാരക്ടർ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ? കമന്റ്സിൽ പറയുക. സോ 13ാം സ്ഥാനത്തുള്ളത് ബാരി നോമി അഥവാ ബാരിയർ ഫ്രൂട്ട് ആണ്. വൺ പീസ് വേൾഡിനുള്ളിലെ ലൂഫിയുടെയും സ്ട്രോ ഹാർട്സിന്റെയും ഒരു വലിയ ഫാൻ ബോയ് ആയ ബാരത്തലോമിയാണ് ഈ ഡെവൽ ഫ്രൂട്ടിന്റെ യൂസർ. സോ ഈ ക്യാരക്ടർ പോപ്പുലർ ആണ്, അണ്ടർറേറ്റഡ് അല്ല. ഇങ്ങേറെ DF ആണ് ശരിക്കും അണ്ടർറേറ്റഡ് ആയി പോയത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അൾട്ടിമേറ്റ് ഡിഫൻസ് തന്നെയാണ് ഈ ഡെവൽ ഫ്രൂട്ടിന്റെ മെയിൻ ക്വാളിറ്റി ആയി എനിക്ക് തോന്നുന്നത്. ബാരത്തലോമിയയ്ക്ക് ഈ DF പവേഴ്സ് വെച്ച് ഒരു ഇൻവിസിബിൾ ആയ ബാരിയർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതും അൺബ്രേക്കബിൾ ആയിട്ടുള്ളത്. ഓടനെ പോലുള്ള ലെജൻസിന് പോലും ഈ ബാരിയർ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈ ക്രിയേറ്റ് ആക്കുന്ന ബാരിയർ മൂലം നമ്മൾക്ക് ഒരാളെ രക്ഷപ്പെടുത്താം. വേണമെങ്കിൽ അതിനകത്തുള്ള ട്രാപ്പ് ചെയ്യാം, വേണമെങ്കിൽ ഇതേ ബാരിയർ ഉപയോഗിച്ച് ധാരാളം എനിമീസിനെ ക്രഷ് ചെയ്ത് കളയാനും സാധിക്കും. ചില സമയങ്ങളിൽ സ്ട്രോങ്ങസ്റ്റ് പവേഴ്സിനേക്കാളും പവർഫുൾ അറ്റാക്സിനേക്കാളും മികച്ചത് ശക്തമായ ഡിഫൻസ് തന്നെയാണ്. ജസ്റ്റ് ഇമാജിൻ, അൺബ്രേക്കബിൾ ആയിട്ടുള്ള ഒരു ഷീൽഡ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ചുറ്റും ഫുൾ ടൈം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് പീക്ക് ലെവലിലെത്തും. സോ ബർത്തലോമിയുടെ കോൺഫിഡൻസിനുള്ള കാരണം ഈ ഡെവൽ ഫ്രൂട്ട് ആണെന്ന് പറയാം. ആൻഡ് 12ാം സ്ഥാനത്തുള്ളത് മെമോ നോമി അഥവാ മെമ്മറി ഫ്രൂട്ട് ആണ്. ഈ DFന്റെ യൂസർ മറ്റൊരുമല്ല, സാൻജി ഫാൻസ് എല്ലാവരും ഒരേ ടൈം വെറുക്കുന്നത് മറ്റേ ടീം ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. ദ നെയിം ഈസ് പുഡിംഗ്. യെസ്, നമ്മുടെ ബിഗ് മൂവിന്റെ മകളാണ്. ആൻഡ് ഈ DFന്റെ പവേഴ്സ് വെച്ച് നോക്കിയാൽ പുഡിങ്ങിന് ആളുകളുടെ മെമ്മറീസ് എഡിറ്റ് ചെയ്യാം, റിമൂവ് ചെയ്യാം, എന്തിനത് റീറൈറ്റ് വരെ ചെയ്യാം. വേണമെങ്കിൽ വൺ പീസിന്റെ എഡിറ്റർ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പുഡിങ്ങിനെ. കോയിൻസിഡൻസ് നോക്കണം ഗൈസ്, സാൻജി എപ്പോഴും ഫേസ് ചെയ്യുന്ന ടഫസ്റ്റ് ഒപ്പോണൻസ് എഡിറ്റേഴ്സും ആനിമേറ്റേഴ്സുമാണ്. എനിവേ ഈ ഡെവൽ ഫ്രൂട്ട് ഒരു ഫൈറ്റ് ഫ്രൂട്ട് അല്ല, മറിച്ച് എക്സ്ട്രീം ലെവലിലുള്ള മൈൻഡ് കൺട്രോൾ മാനിപ്പുലേഷൻ ഫ്രൂട്ട് ആണ്. ഒന്ന് ചിന്തിച്ച് നോക്കുക, നിങ്ങളുടെ മെമ്മറീസ് ഫിലിം സ്ക്രിപ്റ്റ് പോലെ എടുത്ത് നോക്കി നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞ് ആ മെമ്മറീസ് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാനോ എറേസ് ചെയ്യാനോ സാധിച്ചാൽ എങ്ങനെ ഇരിക്കും? ഈ ലോകത്ത് നമ്മൾ ആരാണെന്ന് ഡിഫൈൻ ചെയ്യുന്നത് തന്നെ നമ്മുടെ മെമ്മറീസ് ആണ്. അത് വേറെ ആൾ കൺട്രോൾ ചെയ്യാൻ സാധിച്ചാൽ ഇത് ജസ്റ്റ് ഒരു പവർ മാത്രമല്ല, ഇറ്റ്സ് കൺട്രോൾ യുവർ റിയാലിറ്റി. ആക്ച്വലി ശരിക്കും പവർഫുൾ ആയ ഡെവൽ ഫ്രൂട്ട് തന്നെയാണ്. എത്ര വലിയ പവർഫുൾ ആയ എനിമീസിനെയും കൺട്രോൾ ചെയ്യാൻ ഈ ഡെവൽ ഫ്രൂട്ട് തന്നെ ധാരാളം. അപ്പോൾ 11ാം സ്ഥാനത്തുള്ള ഡെവൽ ഫ്രൂട്ട് ഏതാണെന്ന് നോക്കിയാൽ വെപ്പൺ ഫ്രൂട്ട് ആണ്. ഡോഫ്ലമിംഗോയുടെ ടീമിലെ ബേബി 5 ആണ് ഈ DFന്റെ യൂസർ. ആൻഡ് ഓൾസോ ഇതൊരു പാരമീസിയ ടൈപ്പ് ഡെവൽ ഫ്രൂട്ട് ആണ്. ഈ ഡെവൽ ഫ്രൂട്ട് പവേഴ്സ് വെച്ച് സ്വന്തം ബോഡിയെ ഒരു വെപ്പൺ ആക്കി മാറ്റാൻ സാധിക്കും. മിസൈൽസ്, ബ്ലേഡ്സ്, ഗൺസ്, എനിത്തിങ്. ലിറ്ററലി ഒരു വാക്കിംഗ് വെപ്പൺ എന്ന് തന്നെ പറയാം. ഹാക്കി കൂടെ ആഡ് ചെയ്താൽ ദിസ് DF വിൽ ബി OP. ബട്ട് ഇവിടെയും യൂസർ ശരിക്കും യൂസ് ചെയ്തില്ല. ആക്ച്വലി ഒരു വില്ലൻ ഗ്യാങ്ങിലുള്ള ക്യാരക്ടറാണ് ബേബി 5 എങ്കിലും ഷീ ഈസ് വെരി കൈൻഡ് ആൻഡ് ഷീ ഈസ് ഓൾസോ സെർച്ച് ഫോർ ദ ലവ്. സോ ബേബി 5ന് പകരം മറ്റേതെങ്കിലും ബ്രൂട്ടൽ ആയിട്ടുള്ള ഓർ സ്ട്രോങ്കസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ യൂസ് ചെയ്തിരുന്നെങ്കിൽ ഈ DFന്റെ മാക്സിമം പവർ കാണാൻ സാധിച്ചേനെ. ബട്ട് കുഴപ്പമില്ല, ബേബി 5ക്ക് ഇത് സൂപ്പർ ആയിട്ട് സൂട്ട് ആകുന്നുണ്ട്. ആൻഡ് ബേബി 5ക്ക് വൺ പീസിലെ ഏറ്റവും വലിയ സ്ട്രോങ്കസ്റ്റ് വെപ്പണായി മാറാൻ സാധിക്കുന്ന തിയറിയൊക്കെ ഉണ്ട്, ലൈക്ക് പ്ലൂട്ടോ ആയിട്ട് കണക്ട് ചെയ്യുന്നതൊക്കെ. എനിവേ ദിസ് DF ഈസ് വെരി അണ്ടർറേറ്റഡ്. ആൻഡ് 10ാം സ്ഥാനത്തുള്ളത് മീര നോമി അഥവാ മീറ ഫ്രൂട്ട് ആണ്. ചാലർ ബ്രൂലീസ് ആണ് ഈ DFന്റെ യൂസർ. ടിപ്പിക്കലി പറഞ്ഞാൽ ഈ ഡെവൽ ഫ്രൂട്ട് വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ ഇറ്റ്സ് എ മാസ്റ്റർ പീസ്. ഈ DF പവർ ഉപയോഗിച്ച് ബ്രൂലീസിന് ഒരു മിററിന്റെ അകത്തോട്ട് എൻ്റർ ചെയ്യാനും പ്ലേസ് ടു പ്ലേസ് മിറർ വെച്ച് ടെലിപ്പോർട്ട് ചെയ്യാനും സാധിക്കും. ടെലിപ്പോർട്ട് എന്ന് പറയാൻ പറ്റില്ല, മിറർ ടു മിറർ ട്രാവൽ ചെയ്യാം. ഓൾസോ മിറർ റിഫ്ലക്ഷൻസ് ഉള്ളിടത്തെല്ലാം തന്നെ ബ്രൂലീസിന് ആക്സസ് ഉണ്ടായിരിക്കും. സോ സർപ്രൈസ് അറ്റാക്സ്, എസ്കേപ്സ്, അതേപോലെ പലതരത്തിലുള്ള ആംബുഷിനൊക്കെ ബെസ്റ്റ് ആയ ഡെവൽ ഫ്രൂട്ട് ആണ് ബ്രൂലീസിന്റേത്. ഒരു മിറർ ഡയമെൻഷൻ വേൾഡ് തന്നെ സ്വന്തമായിട്ടുണ്ട്. സോ 99% യൂസറിനെ സേഫ്റ്റി അഷ്യൂർ ചെയ്യുക, ആരെയും ആ ഡയമെൻഷനിൽ എൻ്റർ ചെയ്യാൻ വിട്ടില്ലെങ്കിൽ. സോ ഐ തിങ്ക് ഈ ഡെവൽ ഫ്രൂട്ടിനും അതിൻ്റെതായ ഒരു പ്രത്യേക സ്കില്ല് തന്നെയുണ്ട്.
ആക്ച്വലി യൂസറും ഈ ഡെയിൽ ഫ്രൂട്ട് നന്നായി തന്നെ യൂസ് ചെയ്തു, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് അണ്ടർറേറ്റഡ്. ഐ ഡോണ്ട് നോ വൈ. സോ 9th പ്ലേസിലുള്ളത് നോമി അഥവാ ബ്രെയിൻ ഫ്രൂട്ട് ആണ്. ഡെയിൽ ഫ്രൂട്ടിന് നെയിം കേട്ടപ്പോൾ തന്നെ ഇതിന്റെ യൂസർ ആരാണെന്ന് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. യെസ്, നമ്മുടെ വേഗപ്പങ്കാണ്. ആക്ച്വലി ദിസ് ഈസ് ദ മോസ്റ്റ് അണ്ടർറേറ്റഡ് ഡെയിൽ ഫ്രൂട്ട് എന്ന് പറയാം. കാരണം വേഗപ്പങ്ക് ഒരു ഡെയിൽ ഫ്രൂട്ട് യൂസർ ആണ് എന്നും അങ്ങേറെ DF ആണ് ബ്രെയിൻ ഫ്രൂട്ട് എന്നും പകുതി OP ഫാൻഡത്തിന് അറിയത്തില്ല. ഈ ഒരു ഡെയിൽ ഫ്രൂട്ട് പവർ വെച്ചിട്ടാണ് വേഗപ്പങ്ക് വൺ പീസ് വേൾഡിലെ ഏറ്റവും വലിയ ജീനിയസ് ആയി മാറിയത്. ഇൻഫിനിറ്റ് നോളജ് സ്റ്റോർ ചെയ്ത് വെക്കാനും ക്രിയേറ്റീവായ പുതിയ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാനും സാധാരണ ഒരു മനുഷ്യന്റെ ബുദ്ധിക്കും അപ്പുറം ചിന്തിച്ച് പ്രവർത്തിക്കാനും ഈ DF പവർ വെച്ച് വേഗപ്പങ്കിന് സാധിക്കും. ഈ DF യൂസർ എന്തെങ്കിലും കാര്യം പഠിച്ചാൽ മരണം വരെ മറക്കില്ല. ബട്ട് വേഗപ്പങ്ക് അവിടെയും ഈ ഡെയിൽ ഫ്രൂട്ട് കോഡിനെ ഇതേ ഡെയിൽ ഫ്രൂട്ട് വെച്ച് നേടിയ നോളജ് വെച്ച് ചീറ്റ് ചെയ്തെന്ന് പറയാം. He made himself into 6 and named them Punk 1, Punk 2 like Shaga, Lilith, Edison, Pythagoras and Dior. അറ്റ്ലസ് എന്ന പേര് ഞാൻ പറഞ്ഞില്ലല്ലേ, സോ അറ്റ്ലസും കൂടെ ആഡ് ചെയ്തോളുക. സോ ആഫ്റ്റർ ദ ഡെത്ത് വേഗപ്പങ്ക് സ്റ്റിൽ ലീപ്സ് ഓൺ. ഇവർ തന്നെ മതി വേഗപ്പങ്കിനെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ. ഈ വൺ പീസ് വേൾഡിന്റെ ഏറ്റവും വലിയൊരു ത്രെഡ് ആയിട്ടാണ് വേൾഡ് ഗവൺമെന്റ് വേഗപ്പങ്കിനെ കണ്ടത് ബിക്കോസ് ഓഫ് ഹിസ് നോളജ്. നമുക്കറിയാം വൺ പീസിൽ നോളജ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പവർഫുൾ ആയ വെപ്പൺ. ആൻഡ് 8th പ്ലേസിലുള്ളത് യൂറ്റ നോമി അഥവാ സിങ് ഫ്രൂട്ട് ആണ്. ഈ DFന്റെ യൂസർ മറ്റൊരുമല്ല ലൂഫിയുടെ ചൈൽഡ് ഫ്രൂട്ട് ഫ്രണ്ടായ യൂറ്റയാണ്. ഒരു 30-40% ഫാൻസിനും യൂറ്റ ആരാണെന്ന് അറിയാനുള്ള ചാൻസ് വളരെ കുറവാണ്. എനിവേ ഈ DFന്റെ പേഴ്സണെ കുറിച്ച് നോക്കിയാൽ ഒരു മ്യൂസിക്കൽ വേൾഡിൽ നമ്മളെ ട്രാപ്പ് ചെയ്യാൻ സാധിക്കും. ഓൾസോ അവരുടെ മൈൻഡ് അതിൽ കൂടെ കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റിയും ഉണ്ട്. സോ അവരുടെ ഫ്രീഡം, ഫെയ്റ്റ്, ലൈഫ് എല്ലാം ആ ടൈമിൽ യൂറ്റയ്ക്ക് കൺട്രോൾ ചെയ്യാം. യൂറ്റയുടെ ഈ ട്രാപ്പിൽ വീണ് കഴിഞ്ഞാൽ അതിന് പുറത്ത് കടക്കാൻ ആക്ച്വലി ഭയങ്കര പാടാണ്. ശരിക്കും പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയ കാര്യം തന്നെയാണ്. ബട്ട് ഏതൊരു DFനും അതിൻ്റെതായ ഒരു വീക്ക് പോയിന്റ് ഉണ്ടെന്ന് പറയുന്ന പോലെ ഇതിനും ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഇമോഷൻസ്. യൂറ്റയ്ക്ക് അഗൈൻസ്റ്റ് ആയി നിൽക്കുമ്പോൾ നമ്മൾ ഫൈറ്റ് അല്ല ചെയ്യുന്നത്, മറിച്ച് സൈക്കോളജിക്കലി നേരിടുവാണെന്ന് പറയാം. സ്ട്രെങ്ത് വെച്ചേ അല്ല. ആൻഡ് ഓൾസോ ഷീ ക്യാൻ കൺട്രോൾ ദ റിയാലിറ്റി ഓഫ് ഹെർ പ്രൈസ്. അതേപോലെ 7th പ്ലേസിലുള്ളത് ഹോരോ നോമി അഥവാ ഹോളോ ഫ്രൂട്ട് ആണ്. ആൻഡ് ഇതിന്റെ DF യൂസർ പെരോനെയാണ്. എത്ര വലിയ ശക്തനായ എനിമീനെയും മെന്റൽ അറ്റാക്കിലൂടെ ഡിപ്രഷൻ ആക്കി മൈൻഡ് ഡൗൺ ആക്കി ഉള്ള കോൺഫിഡൻസ് മൊത്തം കൊളാപ്സ് ചെയ്ത് ലാസ്റ്റ് ഡിഫീറ്റ് ചെയ്യും. ആക്ച്വലി ഇതൊരു പവർ ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് ചുറ്റുമുള്ളവർ ഡെയിലി നമ്മൾ ഇങ്ങനെയാണല്ലോ കൊന്നു തീർത്തോണ്ടിരിക്കുന്നത്. സോ ഇറ്റ്സ് നോട്ട് എ പവർ, ഇറ്റ്സ് എൻ ഇമോഷണൽ ഡിസ്ട്രക്ഷൻ. അതേപോലെ ഹോളോഗോസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യാനും സ്വന്തം സ്പിരിറ്റിനെ സ്വന്തം ബോഡിയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാനും സാധിക്കും. ഇറ്റ്സ് ആക്ച്വലി വെരി ഇൻട്രസ്റ്റിംഗ് ഡെയിൽ ഫ്രൂട്ട് ഗൈസ്. സോറോ അടക്കം ധാരാളം പേര് DFന്റെ പവർ മൂലം നാണക്കേട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എത്ര വലിയ ശക്തിനെയും മൈൻഡ് കൊണ്ട് കീഴ്പ്പെടുത്തി പിന്നീട് ഫിസിക്കലി അറ്റാക്ക് ചെയ്തുള്ള വിജയമാണ് പെരോനേണ്ടത്. ആൻഡ് 6th പ്ലേസിലുള്ളത് ഡോക്കു നോമി അഥവാ പോയിസൺ ഫ്രൂട്ട് ആണ്. ഇതിന്റെ DF യൂസർ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ഫൈറ്റർ, ആക്ച്വലി ദ ഗ്രേറ്റ് എന്ന് തന്നെ പറയാം. യെസ്, ഇറ്റ്സ് മെഗലൻ. ഡേഞ്ചറസ് ആയ ഒരു ക്യാരക്ടർ, അറ്റ് ദ ടൈം ഭയങ്കര OP ആയ ഒരു ക്യാരക്ടർ. ഇമ്പിൾ ഡൗണിന്റെ ഹെഡ് ആയിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിസാര ടാസ്ക് ആണോ ഗൈസ്? വൺ പീസിലെ ഏറ്റവും ഡേഞ്ചറസ് ആയ കുറ്റങ്ങൾ അടയ്ക്കുന്ന ജയിലിലെ വാർഡൻ. അപ്പോൾ എത്ര മാത്രം പവർഫുൾ ആയ ക്യാരക്ടർ ആയിരിക്കും ഈ മെഗലൻ? തന്റെ ഡെയിൽ ഫ്രൂട്ട് 100-100% ഉപയോഗിച്ചൊരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഈ മെഗലനാണ്. 2 യോങ്കോസ് ഒരുമിച്ച് നിന്നിട്ട് പോലും തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ആക്ച്വലി 3 യോങ്കോസ് ആയിട്ട് സെയിം ഡേ ഫൈറ്റ് ചെയ്തൊരു ക്യാരക്ടർ കൂടെയാണ് ഇങ്ങനെ. പോയിസൺ ഫ്രൂട്ട് ഈസ് വൺ ഓഫ് ദ OP ബട്ട് സ്റ്റിൽ ഇറ്റ്സ് അണ്ടർറേറ്റഡ്. ഈ ആനിമയിലെ MC കൈഡിനെക്കാളും സ്ട്രെസ് എടുത്ത് ഫൈറ്റ് ചെയ്തത് ഈ ഒരു ക്യാരക്ടർ ആയിട്ടാണ്. ലൂഫിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ഒപ്പോണന്റ് ഈ മെഗലൻ തന്നെയാണ്. ലൂഫി ഓൾമോസ്റ്റ് തീരാറായി എന്ന് വേണേ പറയായിരുന്നു അവർ തമ്മിലുള്ള ബാറ്റിനിടയിൽ. ആൻഡ് 5th പ്ലേസിലുള്ളത് ഗ്യാസ് ഫ്രൂട്ട് ആണ്. സീസർ ക്ലോൺ ആണ് ഈ ഡെയിൽ ഫ്രൂട്ടിന്റെ ഓണർ. എനിക്ക് മനസ്സിലാക്കും പോയിസൺ ഫ്രൂട്ടിനെക്കാളും പവർഫുൾ ആയ ഡെയിൽ ഫ്രൂട്ട് ആണെന്ന് ചോദിച്ചാൽ യെസ്, ഡെഫിനറ്റ്ലി മൾട്ടിപ്പിൾ പവേഴ്സ് ആണ് ഈ ഗ്യാസ് ഫ്രൂട്ടിനുള്ളത്. ബട്ട് എല്ലാം എയറിൽ പോയിന്റ് ചെയ്തിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എയർ കൺട്രോൾ ചെയ്യാൻ സാധിക്കും, എയറിൽ ട്രാപ്പ് ചെയ്ത് എനിമീസിനെയും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ആൻഡ് മോർ ഇമ്പോർട്ടന്റ്ലി ഓക്സിജൻ റിമൂവ് ചെയ്യാൻ സാധിക്കും. എത്ര വലിയ പവർഫുൾ ആയ ക്യാരക്ടർ ആണെങ്കിലും അവർക്ക് ബ്രീത്ത് ചെയ്യാൻ ഓക്സിജൻ ഇല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു പ്രത്യേക പ്ലേസിലെ ഓക്സിജൻ റിമൂവ് ചെയ്ത് ഒപ്പോണന്റിനെ തളർത്തി കൊല്ലാറാക്കി ആ എനിമീസിനെ ഡിഫീറ്റ് ചെയ്യാം. ഓൾസോ മാസീവ് എക്സ്പ്ലോഷൻസും ഡെത്ത്ലി കെമിക്കൽ വെപ്പൻസും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. കൂടാതെ പോയിസൺ ചേർന്ന ഗ്യാസ് വേറെ. സോ സീസറിനെ പോലെ ഒരു ക്ലൗൺ ഇത് യൂസ് ചെയ്യാതെ സ്മോക്കറിനെ പോലെ ഇത് യൂസ് ചെയ്തിരുന്നെങ്കിൽ സ്മോക്കർ വിൽ ബി റീച്ച് ദ ലെവൽ ഓഫ് ദ ഗ്യാപ്പ് എന്ന് നിസ്സംശയം പറയാം. ആ കീൽ മാസ്റ്റർ ചെയ്തൊരു ക്യാരക്ടർ ഇത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ എത്ര വലിയ OP ക്യാരക്ടറിനെ ഡിഫീറ്റ് ചെയ്യാം ഈ DF ഉപയോഗിച്ച്. അപ്പോൾ 4th പ്ലേസിലുള്ളത് ഏത് DF ആണെന്ന് നോക്കിയാൽ ഹോബി നോമി അഥവാ ടോയ് ഫ്രൂട്ട് ആണ്. ആൻഡ് ഷുഗർ ആണ് ഈ DFന്റെ യൂസർ. ഡോഫ്ലമിംഗോ ഡ്രസ്സോസ് ഐലൻഡ് അടച്ചു വാഴാൻ കാരണം തന്നെ ഷുഗർ എന്ന സബോഡിയേറ്റിന്റെ ഈ ഡെയിൽ ഫ്രൂട്ട് പവർ മുഖേനയാണ്. ആക്ച്വലി ദിസ് ഡെയിൽ ഫ്രൂട്ട് പവർ ഈസ് ക്രീപ്പി എന്ന് തന്നെ പറയാം. ഷുഗർ ആരെ ടച്ച് ചെയ്യുന്നു അവർ ടോയ്സ് ആയി മാറും. അവരാരാണെന്ന് പോലും ഒരു മറന്നു പോകും. പിന്നീട് സ്വന്തം ഐഡന്റിറ്റിയും പേഴ്സണാലിറ്റിയും ലോസ്റ്റ് ആയി ഒരു ടോയ് ആയി നടക്കേണ്ടി വരും. ലിറ്ററലി ഒരു കിങ്ഡം അല്ലെങ്കിൽ വേണ്ട ഒരു ടോട്ടൽ ഐലൻഡ് തന്നെ കൺട്രോൾ ചെയ്യാൻ ഈ DF മുഖേന സാധിച്ചു. അപ്പോൾ ചിന്തിച്ചു നോക്കുക എത്രമാത്രം പവർഫുൾ ആണ് ഈ DF എന്ന്. ഓക്കെ, അപ്പോൾ ടോപ്പ് 3-ലെ 3rd പ്ലേസിലുള്ളത് ഏത് ഡെയിൽ ഫ്രൂട്ട് ആണെന്ന് നോക്കിയാൽ സോൾ ഫ്രൂട്ട് ആണ്. ഈ ലിസ്റ്റിലെ എന്റെ ഫേവറേറ്റ് ആയ ഡെയിൽ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇതാണെന്ന് പറയാം. ആക്ച്വലി ഭയങ്കര കൂളസ്റ്റ് ആയ ഒരു ഡാർക്ക് വൈബ് നൽകുന്ന DF ആണിത്. റവല്യൂഷണറി ആർമിയിലെ കരാസു ആണ് ഈ DFന്റെ ഓണർ. ക്രോസിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അവയെ സ്പ്രെഡ് ആക്കി സ്പൈ വർക്കിനും അറ്റാക്സിനും ഈവൻ ട്രാൻസ്പോർട്ടേഷൻ വരെ നടത്താം. ഷാഡോസ്, ഡാർക്ക്നെസ്, ഒരു ഡേഞ്ചറസ് വൈബാണ് ഈ DF യൂസറിനെ കാണുമ്പോഴും ഇങ്ങനെയുള്ള പവർ കാണുമ്പോഴും. സോ അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത്. ആൻഡ് സ്പൈ വർക്സിന് ബെസ്റ്റ് ആയ ഓപ്ഷൻ ആണ് ഈ സൂട്ട് ഫ്രൂട്ട്. ബാറ്റിൽ ഫീൽഡിൽ ഇൻഫോർമേഷൻ ആണ് ഏറ്റവും വലിയ കാര്യം. ആൻഡ് അത് ഈ കരാസു എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ഒരു ക്യാരക്ടറിന് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ചെയ്യാനും സാധിക്കും. ആൻഡ് ഈ ക്യാരക്ടറും ഭയങ്കര അണ്ടർറേറ്റഡ് ആണ് ബിക്കോസ് ഓഫ് ലെസ് സ്ക്രീൻ ടൈം. സോ ഫ്യൂച്ചറിൽ നന്നായി എക്സ്പാൻഡ് ചെയ്ത് കാണിക്കുമെന്ന് കരുതുന്നു. ആൻഡ് 2nd പ്ലേസിലുള്ളത് ചോപ്പ് ഫ്രൂട്ട് ആണ്. ആൻഡ് ദ യൂസർ ഈസ് ബഗ്ഗി. ഇവിടെ ഞാൻ എക്സ്പ്ലനേഷൻ ചെയ്യുന്നില്ല, കാരണം ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ബഗ്ഗിനെ കുറിച്ചും ബഗ്ഗിയുടെ പവേഴ്സിനെ കുറിച്ചും ചെറുതായി മെൻഷൻ ചെയ്തിരുന്നു. സോ റിപ്പീറ്റ് അടിച്ച് ബോർ അടിപ്പിക്കുന്നില്ല. ആൻഡ് 1st പ്ലേസിലുള്ളത് യാമി നോമി അഥവാ ഡാർക്ക് ഫ്രൂട്ട് ആണ്. ആൻഡ് ഇതിന്റെ യൂസർ ബ്ലാക്ക് ബിയർഡ് ആണ്.
ആണ്. എനിക്കറിയാം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും എങ്ങനെയാണ് ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് അണ്ടർ റേറ്റഡ് ആകുന്നതെന്ന്. കാരണം മറ്റൊന്നുമല്ല, ഇതുവരെ നമ്മൾ കണ്ട DFs എല്ലാം പവർഫുള്ളും ക്യാരക്ടേഴ്സ് വീക്കും ആയിരുന്നു. ബ്ലാക്ക് ബിയർഡിന്റെ കേസിൽ ഈ ഒരു ക്യാരക്ടറിന്റെ ബാക്ക് സ്റ്റോറിക്കും തിയറീസിനുമാണ് OP ഫാൻസ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. അങ്ങനെ പുള്ളിയുടെ സ്റ്റോറി, ഒറിജിൻ, റിയൽ അജണ്ട അങ്ങനെയൊക്കെ നോക്കി പോയപ്പോൾ പുള്ളിയുടെ ഡെവിൾ ഫ്രൂട്ടിനെ കുറിച്ചുള്ള ടോക്ക് കുറഞ്ഞു എന്ന് തന്നെ പറയാം. ഓൾസോ ഹി ക്യാൻ യൂസ് മൾട്ടിപ്പിൾ ഡെവിൾ ഫ്രൂട്ട്. സോ ആ കേസും കൂടെ ആയപ്പോൾ ബ്ലാക്ക് ബിയർഡിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ DFനെ സൈഡാക്കി. ഡാർക്ക് ഫ്രൂട്ടിന്റെ മിസ്റ്ററീസ് ഫുള്ളായിട്ട് ഇപ്പോഴും റിവീൽ ആക്കിയിട്ടില്ല. ബ്ലാക്ക് ബിയർഡ് സ്വന്തം ക്രൂമേറ്റിനെ കൊന്നിട്ടാണ് ഈ DF സ്വന്തമാക്കിയത് തന്നെ. ആൻഡ് ഞാൻ ബ്ലാക്ക് ബിയർഡിന് വരെ ബോണിനെയാണ് ഈ പ്ലേസിൽ ആദ്യം ആഡ് ചെയ്തത്, പിന്നീട് ചേഞ്ച് ആക്കിയതാണ്. അതിൻ്റെതായ റീസൺസ് ഉണ്ട്, വരുന്ന വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ആൻഡ് ഞാൻ ബ്ലാക്ക് ബിയർഡിനെ കുറിച്ചും കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല, കാരണം ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ഗൈസ്, ഡെവിൾ ഫ്രൂട്ട് സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്നതൊരു മാറ്ററേ അല്ല, അത് ഉപയോഗിക്കുന്ന ആളിലാണെല്ലാം. ചില ഡെവിൾ ഫ്രൂട്ട് അണ്ടർറേറ്റഡ് ആയി പോകാൻ തന്നെ കാരണം വീക്കസ്റ്റ് ക്യാരക്ടേഴ്സ് ആണ്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ നിന്ന് തന്നെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ആൻഡ് നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടർ ഈ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അതാരാണെന്ന് കമന്റ് ചെയ്യുക. ഇതേപോലെ മോർ ആനിമേ വീഡിയോസിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. ലവ് യു ഓൾ. ബൈ.